ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്. ഞങ്ങളുടെ ഫാമിലി വേറെ എവിടെയല്ല, ഞങ്ങളുടെ അടുത്തൊരു കൺട്രിയിലോട്ടാണ്, നെതർലാൻഡ്സിൽ. അപ്പോൾ അവിടെ ഒരു ടുലിപ്സ് ഗാർഡൻ പൂത്തുലഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ ആശാൻ പറയുന്നത്. കഴിഞ്ഞ 2 years ബാക്ക് ഇക്ക പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് ഇക്ക പ്രോമിസ് ചെയ്ത്. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്, ഡ്രസ്സൊക്കെ പാക്കിങ്ങിലാണ്. ആക്ച്വലി ഞങ്ങളൊരു 3 days ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 3 daysും എന്തൊക്കെയാണ് കുട്ടികൾ അവരുടെ രണ്ടുപേരുടെ ഡ്രസ്സൊക്കെ കറക്റ്റ് ഏതൊക്കെ ദിവസം എന്തൊക്കെയാണ് ഇടുന്നതെന്നുള്ളത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. ദെൻ ഞങ്ങൾക്ക് ഇപ്പം ഇറങ്ങണം അല്ലേ, കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. മക്കളെ ഞങ്ങൾ കുറച്ചൊക്കെ റെഡിയാക്കും. ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഇനി ബാഗിലോട്ടൊക്കെ എടുത്ത് വെച്ചാൽ മതി ഓരോ ദിവസം ഇടേണ്ട ഡ്രസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കുമല്ലോ ഓരോ ദിവസം ഇടാനുള്ളതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. നമ്മളങ്ങനെ ഹെൽസിങ്കിക്ക് പോകാൻ പോവുകയാണ്. രാവിലെയാണ് നമുക്ക് ആംസ്റ്റർഡാമിലോട്ട് ഫ്ലൈറ്റ്. അപ്പം ഹെൽസിങ്കി പോയിട്ടാണ് പോകുന്നത്. ഒരു ഈവനിങ് ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 5.5 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന് ഹെൽസിങ്കിക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ഹെൽസിങ്കിക്ക് പോകുന്ന വഴിക്ക് നല്ലൊരു സ്പോട്ട് ഉണ്ട്, ഇറങ്ങിയതാണ്. ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒറ്റ അടിക്ക് പോവില്ല, ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തി ഒക്കെ പോകും. ആദ്യം ഫ്രീ വണ്ടിയിലിരുന്ന് ഉറങ്ങി, ഞാനും കുറച്ച് ഉറങ്ങി. അതിവിടെ നല്ല ചാണകത്തിന്റെ സ്മെല്ല്. ഇവിടെ അടുത്തെവിടെയോ ഫാം ഉണ്ടെന്ന് തോന്നുന്നു, നല്ല ചാണകം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നല്ല ലോങ് ഡേ ആണ്. ഇടയ്ക്ക് വെച്ച് 2 months ബിഫോർ നമുക്ക് ഷോർട്ടർ ഡേയ്സ് ആയിരുന്നു. നമുക്ക് ഈ വെയിൽ രാവിലെ എണീക്കുമ്പോൾ തൊട്ടുള്ള വെയില, രാത്രി ആയാലും ഇതുപോലെ തന്നെ വെയിലുണ്ടായിരിക്കും. നമുക്ക് നല്ല രസമുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തോളണം, പിള്ളേർക്ക് വിശക്കുമല്ലോ. നമ്മള് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഇതില് മുസമ്പി ഉണ്ട്, മുസമ്പി ഓൾറെഡി തീർന്നു. പിന്നെ നമുക്ക് ടയർഡായി. നമ്മള് ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെക്കും. ഈ വണ്ടി കയറി കഴിഞ്ഞാല് ഡ്രൈവ് ചെയ്യുന്ന ആളിനെ ബോറടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഫ്രണ്ട് സീറ്റിൽ ഒരാൾ ഇരിപ്പുണ്ട്. എങ്ങനെ ബോറടിക്കാതിരിക്കും? നമ്മള് ഫൈനലി ഹെൽസിങ്കിയിലെത്തി. രാത്രി 8:30 ആയപ്പോ 9 മണിയായപ്പോ നമ്മൾ എത്തിയിട്ടുണ്ട്. സമയം രാവിലെ 5 മണിയായി. നമുക്ക് 8 മണിക്കാണ് ഫ്ലൈറ്റ്. പെട്ടെന്ന് റെഡി ആവണം. നമ്മൾ ആംസ്റ്റർഡാമിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഫസ്റ്റ് ആദ്യം റെഡിയായി. തണുപ്പില്ല. പിന്നെ സ്കൂളിൽ മെസ്സേജ് ഇട്ടില്ലല്ലോ. യൂറോപ്പ് ഫിൻലാൻഡ് സപ്പോർട്ട് ചെയ്യുന്നു. ആരാ? ഉക്രൈന്. ഫൈനലി ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഞങ്ങൾ രാവിലെ തന്നെ ഓൺലൈൻ വഴി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ കൺട്രിയിൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഉറങ്ങിയായിരുന്നു ഇന്നലെ രാത്രി? ഉറങ്ങിയില്ലേ? എന്തെറ്റി? കുറേ നാളത്തെ ആഗ്രഹമാണ് ആംസ്റ്റർഡാമിലെ ടുലിപ്പ് കാണണം എന്നുള്ളത്, ടുലിപ്പ് ഗാർഡൻ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. അഫ്രീ എവിടെയാ പോകുന്നത്? നാട്ടില്? നാട്ടിലൊന്നും അല്ലേ പോണ? നെതർലാൻഡിൽ. അഫ്രീ നിനക്ക് നാട്ടില്ല? എയർപോർട്ടിൽ വന്നാലേ അഫ്രീയുടെ ചിന്ത നാട്ടിൽ പോണെന്നാണ്. ഞാനെപ്പോൾ ഇക്ക പോയതിന് ശേഷമാണ് എനിക്ക് ഇത്രയും ആഗ്രഹം തോന്നിയത്. ഇക്കാട്ട് ഫോട്ടോസൊക്കെ കണ്ടതിന് ശേഷം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ റീൽസേ വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഓടിയിട്ടൊക്കെ
ഗാർഡന്റെ ഇടയിൽ. നാട്ടിൽ പോകണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ആഫ്രിക്ക. നാട്ടിലല്ല നമ്മൾ പോകുന്നത്. ആംസ്റ്റർഡാം എത്തി, പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്ന നമ്മള് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. എന്താ 2 hours ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങക്ക്. ഞങ്ങള് ഒരു 11 മണിയായപ്പോ, ഹെൽസിങ്കി ടൈം 11 മണി, ഇവിടെ 10 മണിക്കാണ് എത്തിയത്. റെന്റൽ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നീണ്ട ഒരു ക്യൂ തന്നെ ഇവിടെ ഉണ്ട്. എല്ലാരും വെയിറ്റിംഗ് ആണ്. വർക്കായില്ല, അതിനെ കുറച്ച് സമയം എടുക്കും. 1.5 മണിക്കൂറായി നമ്മളെ എയർപോർട്ടിനകത്ത്. റെന്റേ കാറിന്റെ ഇഷ്യൂ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് വർക്കാവാത്തത് കൊണ്ട് ഏതാണ്ട് 1.5 hour എയർപോർട്ടിനകത്ത് സ്റ്റക്ക് ആണ്. 10 മണിക്ക് എത്തിയതാണ് നമ്മള്, 11:30 ആയി. അങ്ങനെ നമ്മള് കാറ് ഫൈൻഡ് ഔട്ട് ചെയ്തു. നമ്മള് ലഗേജ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കാറിൻ്റെ ഒരു വീഡിയോ എടുക്കണം. നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ള. നല്ല വലിയ സിറ്റിയാണ്, റോഡിൽ 6 ട്രാക്ക് വീതമുണ്ട്. ഒത്തിരി ടൂറിസ്റ്റ് വരുന്ന ഒരു കൺട്രിയാണ് ആംസ്റ്റർഡാം. എല്ലാ കൺട്രിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് വരുന്ന ഒരു കൺട്രിയാണ്. അത്രയും ടൂറിസ്റ്റുകളുള്ള സ്ഥലം. നമുക്ക് ഏത് കൺട്രിയിലുള്ള ഫ്ലൈറ്റും ഇവിടുന്ന് ഡയറക്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ വലിയ കൺട്രിയാണ്. നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. ഇപ്പൊ ഈ ആംസ്റ്റർഡാമിന്ന് സിറ്റിന്ന് ഒരു 1.5 hour ഡ്രൈവ് ഗെയ്ത്തോൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട്. അതില് ആക്ച്വലി അവിടെ റോഡുകളൊന്നും ഇല്ല. എല്ലാവരും ബോട്ടിലൊക്കെയാണ് ആൾക്കാര് യാത്ര ചെയ്യുന്നത്. അവിടെ ഇഷ്ടംപോലെ വലിയ വില്ലുണ്ട്. എപ്പോഴും നല്ല കാറ്റാണ്. നല്ല കാറ്റായതുകൊണ്ടേ ഇവിടെ, അതുകൊണ്ടായിരിക്കും മേ ബി ഒരുപാട് വലിയ അപ്പൊ ഇന്നത്തേക്ക് ഉണ്ടോ? അവിടെ ബർഗറാണോ വാങ്ങിയ? 4 സാൻഡ്വിച്ച് വാങ്ങി നമ്മൾ വഴിയിൽ നിന്ന്. ആഫ്രിക്ക വാദിക്ക് ഒരു ഐസ്ക്രീം. ആംസ്റ്റർഡാം എന്ന് പറഞ്ഞാൽ ഫുൾ കനാലുകൾ ചുറ്റപ്പെട്ട ഒരു സിറ്റിയാണ്. അപ്പൊ ഇതുപോലുള്ള വലിയ ബോട്ടുകളൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ പാലം തുറന്നു കൊടുക്കാം. നല്ല സ്ഥലമാണ്, നല്ല സ്ഥലമാണ്. അവിടെ ക്യാരവനൊക്കെ ആൾക്കാരിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് എൻജോയ് ചെയ്യുന്നു. ഈ ബോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പാലം, ഈ റോഡായിരുന്നു, റോഡ് ലിഫ്റ്റ് ചെയ്ത് പോകുന്നത്. റെഡിയായ ബോട്ടിങ്ങിന് പോയാൽ റെഡിയായ ഫ്രീ? നീ റെഡിയാണോ? അങ്ങനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നായ ഗീത്തോൺ വില്ലേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് നെതർലാൻഡ്സിലെ ഒരു ചെറിയ വില്ലേജാണ്. ഇവിടെ റോഡിനേക്കാൾ കനാൽസ് ആണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഡച്ച് വെനീസ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ സാധാരണയായി കാറുകളൊന്നുമില്ല. ആളുകൾ കൂടുതലും യാത്ര ചെയ്യുന്നത് മോസ്റ്റ്ലി ബോട്ട്സ് യൂസ് ചെയ്താണ്. ശരിക്കും കനാൽസും ഈ ചെറിയ വുഡൻ ബ്രിഡ്ജസും ഇവിടുത്തെ വീടുകളും തന്നെയാണ് ഈ വില്ലേജിനെ ഫെയറി ടെയിൽ പോലെ മനോഹരമാക്കുന്നത്. ഇവിടെയുള്ള വീടുകൾ പലതും പഴയ ട്രഡീഷണൽ ഡച്ച് സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കനാൽ സൈഡിൽ കഫേസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ ഇരുന്ന് കോഫി അല്ലെങ്കിൽ ഡച്ച് സ്നാക്സ് ട്രൈ ചെയ്യാം. നാച്ചുറും പീസും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഗീത്തോൺ ഒരു ഡെഫിനറ്റ്ലി മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനാണ്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നത് ഈ ഗ്രാമത്തിലൂടെയുള്ള മനോഹരമായ ബോട്ടിംഗ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇലക്ട്രിക് ബോട്ടുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. 1 അവർ ബോട്ട് റെൻറ്റ് വരുന്നത് 40 യൂറോയാണ്. ഇവിടെ ബോട്ടിങ്ങിൽ 2 ഓപ്ഷനാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഗ്രൂപ്പായിട്ട് ബോട്ട് റെൻറ്റ് ചെയ്യാം. അതിൽ നമുക്ക് കുറേ ആൾക്കാരുടെ കൂടെ നമുക്ക് ബോട്ടിങ് ചെയ്യാം. അതിൽ ഗൈഡൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ഓരോ സ്ഥലത്തിനെ പറ്റിയും പ്രത്യേകതകൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ബോട്ട് റെൻ്റ് എടുക്കാം. നമ്മൾ അങ്ങനെയാണ് എടുത്തത്, കാരണം ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വന്തമായിട്ട് ബോട്ട് റെൻറ്റ് ചെയ്യുമ്പം നമ്മളാണ് ഓടിക്കേണ്ടത്. അപ്പോൾ ഇക്കാക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ദെൻ പഠിച്ച് വന്നപ്പോൾ ശരിയായി. ഇവിടുത്തെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒന്ന് എടുത്തു പറയേണ്ട ഒന്നാണ്. ഇത്രയും ആളുകൾ അവിടെ ഉണ്ടായിട്ടും നല്ല സമാധാനപരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓരോ വീടുകളുടെ മുന്നിലായിട്ടും വുഡൻ ബ്രിഡ്ജസ് കാണാൻ സാധിക്കും. ആ പാലങ്ങളിലോട്ട് പുറത്തുള്ള സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. അതൊരു പ്രൈവറ്റ് ഏരിയയിലോട്ട് പോകാനുള്ള വഴി മാത്രമാണ്. വന്നത് 2 വർഷം മുന്നെയാണ്. അല്ല, ഫസ്റ്റ് ടൈം വന്നപ്പോഴേക്കും നമ്മൾ ഈ ബോട്ട് എടുത്ത റോങ് പ്ലേസ് എന്നായിരുന്നു. അപ്പം ആക്ച്വലി ഇവിടുന്ന് ബോട്ട് എടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തുടക്കം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തൂടെ ആയിരിക്കും ബോട്ട് റൈഡ് ചെയ്യാനുള്ളത്. പക്ഷെ ശരിക്കും ഞാനുണ്ടല്ലോ, ഞാൻ രാവിലെ തൊട്ട് നല്ല ടയേർഡായിരുന്നു. നമ്മുടെ എയർപോർട്ടിൽ നിന്നൊരു 1.5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു ഇവിടെ വരാനായിട്ട്. നല്ല ടയേർഡായിരുന്നു. ഈ സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ എന്താ പെട്ടെന്ന് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയതുപോലെ ഫ്രഷ് എയർ ആ കാറിൽ തന്നെ ഇരുന്നോണ്ടാണ് ഫ്രഷ് എയർ ഓക്കെ ആയി സത്യം പറഞ്ഞു. അങ്ങനെ ഷൈനയുടെ ബോട്ട് റൈഡിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തന്നെ നേരെ അങ്ങനെ കാർ ഓടിക്കുന്ന കണക്ക് തന്നെയാണ്. സ്പീഡ് തന്നെ മറ്റേ ലിവർ ഫ്രണ്ടിലോട്ട് ആക്കി കൊടുക്കുക, ജസ്റ്റ് ഫ്രണ്ടിലോട്ട്. കുറച്ച് അത്രയാക്കണ്ട കുറച്ച് സ്പീഡ് കുറച്ച് ഓടിച്ച് പഠിക്കുക ആദ്യം. അഫ്രീ അഫ്രീ ബോട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമോ? അടിപൊളി തന്നെ. ഇഷ്ടപ്പെട്ടാ അഫ്രിക്ക്? നീ ബോട്ട് ഓടിച്ചായിരുന്നാ? എങ്ങനെയുണ്ട്? ടയേർഡായോ? വെയില് സൺസ്ക്രീൻ ഒന്നും ഇടാതെ ഇവിടെ ആരും വരരുത് കേട്ടാ. എന്താ വെയില് ഇവിടെ അല്ലേ? ഈ വീടൊക്കെ കണ്ടിട്ടേ ഇതൊന്നും താമസമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലേ? കാര്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് കാണാൻ ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ, ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ഇതിനപ്പുറത്തോട്ട് പോകണമെങ്കിൽ എന്തായാലും ബോട്ടിൽ പോകണം. പിന്നെ ഇവിടെ കാറൊന്നും വരത്തില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ചായയൊക്കെ കുടിച്ചിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. ഇവിടെ വന്നേ. നീ ഈ മരം ശ്രദ്ധിച്ചായിരുന്നു? ഇത് ഒറിജിനലാണ് ഈ മരം. ഈ പൂ പിടിച്ചിരിക്കുന്നുണ്ട പിങ്ക്. ഇതൊക്കെ വാങ്ങാം. ആഫ്രിക്ക ഒരു ഷൂ വേണോ?
വാങ്ങിച്ചു. ഇത് അഫ്രീദ സൈസാണോ? കറക്റ്റ് സൈസാണോ? വേണോ ഇത്? ഇത് നോക്കി, ഇത് ഒറിജിനൽ ഫ്ലവറാ ഇത്. പണ്ട് ഹോളണ്ടല്ലേ പറഞ്ഞോണ്ടിരുന്നത്? അതെ അതെ. നെതർലാൻഡ്സ് ഇത് നെതർലാൻഡ്സ് എന്നായപ്പോ. എന്താ മണം ചെയ്യുമ്പോ? ഭയങ്കര മണം. ഞാൻ ആദ്യം വിചാരിച്ചു ആർട്ടിഫിഷ്യൽ ട്രീ ആയിരിക്കുമെന്ന്, പിന്നെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാ. ഏതാ? ഞാൻ 2 വർഷം മുന്നേ ആംസ്റ്റർഡാമിൽ വന്ന സമയത്ത് ഷൈന ഇവിടുത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് എൻ്റെ ചുമ്മാ ആംസ്റ്റർഡാം ആ ഒരു ടൈം ഫുൾ നമുക്ക് ഇങ്ങനെ ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ റീൽസ് വന്നുകൊണ്ടിരിക്കുമല്ലോ ഇവിടുത്തെ. അങ്ങനെ ഷൈന പറയാം എനിക്ക് ഒരു ദിവസം എന്തായാലും ഇവിടെ വരണം. അങ്ങനെ ഫൈനലി ഷൈനയും മക്കളുമായിട്ട് ഏത് വരേണ്ട ടൈം ഇതാണ്. ഈ ഒരു ഏപ്രിൽ മാസമാണ് ആംസ്റ്റർഡാമിൽ വന്നു കഴിഞ്ഞാൽ തുലിപ് സീസണും നല്ല വെതറുമാണ്. അടുത്ത മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചൂട് കൂടും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ടയേർഡാവും. ഈ യൂറോപ്പിലൊക്കെ ചൂട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ഒരു ഡേ കംപ്ലീറ്റ് സ്പ്രിങ് വെതറൊക്കെ ആണെങ്കിൽ ഒരു ഫുൾ ഡേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. സമ്മർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടയേർഡായിപ്പോകും. പിന്നെ നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഹോട്ടലിൽ തിരിച്ചു പോകും. അപ്പോൾ ഇത് റൈറ്റ് വെതറാണ്. നല്ല ചെറിയൊരു ചൂട്, ചെറിയൊരു തണുപ്പ്, അടിപൊളി. കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന പാർക്കിംഗ് ഏരിയയില്ല. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ടൈം എത്രയായി? ഒരു 5 മണിയായി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി വേറെ എവിടെയും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഫുഡ് കഴിക്കണം, റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം. നമ്മളെക്കാളും അത്യാവശ്യം ഇവർ രണ്ടുപേരും, ഇവർക്ക് എന്തായാലും വീട്ടിൽ എത്തിയേ പറ്റുള്ളൂ. എന്നാ കടലിലാണ് ഹോട്ടലിൽ നമ്മൾ ഫൈനലി എത്തി. നല്ല അടിപൊളി ഏരിയ അല്ല ഹോട്ടലിൽ ഇരിക്കുന്നു. ഹോട്ടലിൽ കയറി ഇവിടെ പാർക്കിംഗ് കണ്ടുപിടിക്കുന്ന കാര്യമാണ്. ബ്രൈഡൽ സ്യൂട്ടൊക്കെ എടുത്താക്കണം നിങ്ങൾക്ക്. നമ്മൾ ഫൈനലി റൂമിലെത്തി. കേറിക്ക, ആ ബാഗ് എടുക്ക. കീ ഒരു കീ ഉള്ളു അല്ലേ? ആ, ഇത് എത്ര പേർക്ക് കിടക്കാൻ? 5 പേർക്ക് കിടക്കാമല്ലോ. നല്ലൊരു ഏരിയ ആണ്. ഇവിടെ ബാത്തപ്പ് ഒക്കെ ഉണ്ട്. വലിയ വാഷ്റൂമാ. അന്ന് അത്ര ഉണ്ടാവല്. ടിഷ്യൂ പേപ്പർ എന്തിനാ? ശരിയാ, വേറെ ഷവർ ഇല്ല. വലിയ വാഷ്റൂം. വെയിലത്തടിച്ച് ഫുൾ ടാൻ അടിച്ചു. നമ്മള് ഫ്രഷ് ആവാൻ പോവാണ്. ഇപ്പോഴാണൊന്ന് റൂമിൽ കയറി. നല്ലൊരു ആർട്ടൊക്കെ ഇരിപ്പുണ്ട്. നല്ല ബെഡ്റൂം. ആ, ഇവിടെ ഇല്ലാണ്ട് ഇറങ്ങൂല. അങ്ങനെ ഞങ്ങൾ വരണ വഴിക്ക് അവർക്ക് 2 പേർക്ക് ഫുഡ് പാഴ്സൽ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഹെൽത്തിയാണ്. വെജിറ്റബിൾസും സാൽമണും ഒക്കെ ഉണ്ട്. പൈനാപ്പിൾ, ബീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് അടുത്ത പ്ലേസിലോട്ട് പോകാനുള്ളതാണ്. അവിടുത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.